ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലത്തെ ഓണാഘോഷ പരിപാടികൾ. പോലീസ് സ്റ്റേഷനിലെ പ്രതികളുടെ ഓണാഘോഷത്തിൽ മ്യൂസിയം പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അരുൺ ബി കൃഷ്ണയുടെ പ്രതികരണം. പ്രതികൾ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നത് കണ്ടിട്ടും തടസ്സപ്പെടുത്തിയില്ല. പ്രതികളെ ഒപ്പിട്ടതിനു ശേഷം സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞയച്ചില്ല. കമ്മീഷണർ റിപ്പോർട്ട് ഐജിക്ക് ഇന്ന് കൈമാറും. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ, ഓണാഘോഷം പുലിവാലാകുമോ? പുലിവാലാകുന്ന ലക്ഷണം തന്നെയാണ് കാണുന്നത്. മാധു, DGPയുടെ നിർദ്ദേശപ്രകാരം IG സിറ്റി പോലീസ് കമ്മീഷണറോട് ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ അരുൺ ബി കൃഷ്ണ തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ മ്യൂസിയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്റ്റേഷന്റെ ചുമതല ഉള്ള R പ്രശാന്തിന് അടക്കം വീഴ്ച സംഭവിച്ചു. പ്രതികൾ എല്ലാ ശനിയാഴ്ചയും ഒപ്പിടാൻ വരുന്നത് പോലെ വന്നതാണെങ്കിൽ പോലും ഒപ്പിട്ടതിന് ശേഷം അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോലീസിനായില്ല. പ്രത്യേകിച്ച് ഓണാഘോഷം നടക്കുന്ന സമയമാകുമ്പോൾ ആ പരിസരത്ത് നിന്ന് അവരെ മാറ്റേണ്ടതായിരുന്നു. റോഡിലാണ് പരിപാടി നടന്നത്. ആ പരിപാടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അറിയാതെ പങ്കെടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് റോഡിലാണെങ്കിൽ, സ്റ്റേഷന്റെ മുമ്പിലെ റോഡിലാണെങ്കിൽ പോലും അവിടെ ഓണാഘോഷത്തിനുള്ള ഊഞ്ഞാലൊരുക്കിയതും അത്തപ്പൂക്കളം ഇട്ടതും എല്ലാം പോലീസുകാർ തന്നെയാണ്. അതുകൊണ്ട് ആ ആഘോഷത്തിന്റെ ഭാഗമായി അവർ നിൽക്കുമ്പോൾ അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള തെറ്റായിട്ടാണ് പറയുന്നത്. ഷർട്ട്, പോലീസുകാരുടെ ഡ്രസ് കോഡിന് അനുസരിച്ചുള്ള വസ്ത്രം IP ബിനു ധരിച്ചത് പോലീസുകാർ വാങ്ങിക്കൊടുത്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും IGക്ക് കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടിലുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ തിരുവനന്തപുരം റേഞ്ച് IGക്ക് കൈമാറും. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലെ ഓണാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയും പോലീസ് കെട്ടിയ ഊഞ്ഞാലിലാടുകയും പോലീസ് ഇട്ട അത്തപ്പൂക്കളം വില്ലിയാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തത് മാത്രമല്ല, പോലീസിന്റെ ഡ്രസ് കോഡ് ഇനി പോലീസുകാർ വാങ്ങിക്കൊടുത്തതാണോ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മന്ത്രി കെ മുരളീധരൻ അടക്കം നേരത്തെ വിമർശനവുമായി വന്നു. ഇപ്പോൾ പോലീസ് റിപ്പോർട്ടും ആ തരത്തിൽ തന്നെയാണ്.